ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ പേഴ്സണ് നമ്മളോടുള്ള ആ ഒരു ആഗ്രഹങ്ങളും ഉള്ളിലുള്ള ഫീലിങ്സും ഒക്കെയാണ്. ആ പേഴ്സൻ്റെ ഇൻസൈഡ് ദ ഹാർട്ടിൻ്റെ അകത്തുള്ള ആ ഒരു ഫീലിങ്സ് ഒക്കെയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മളുടെ റീഡിങ് ടാരോസ് റീഡിംഗ് ഒക്കെ കേൾക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അതിനുള്ളൊരു എമൗണ്ടും കാര്യങ്ങളും ഒന്നും കാണില്ല നമ്മൾ പറയുന്നത്. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് എല്ലാ ആഴ്ചയിലും ഒരു 10 ആൾക്കാർക്ക് വെച്ചിട്ട് നമ്മൾ എമൗണ്ട് കുറച്ചിട്ട് നമ്മൾ റീഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. സോ ജനറൽ റീഡിങ്ങും അതുപോലെ തന്നെ ട്വിൻ ഫ്രെയിം റീഡിങ്ങുമാണ് ചെയ്യുന്നത്. ട്വിൻ ഫ്രീ റീഡിങ്ങിനാണെങ്കിൽ 500 റുപ്പീസും അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്ങിനും 300 റുപ്പീസ് വെച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ വേണ്ടവർ വിളിക്കുക. ഫസ്റ്റ് വിളിക്കുന്ന 10 പേർക്ക് വെച്ചിട്ടാണ് ഈ ഒരു ഓഫർ ഉള്ളത്. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു റീഡിംഗ് എന്ന് വെച്ചാൽ ഒരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ഒരു ജനറൽ റീഡിംഗ് ആണ്. ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ടൈമും നിങ്ങൾക്കിത് കാണുന്ന സമയം മുതൽ നിങ്ങൾക്കിത് ഇത് എടുക്കാവുന്നതാണ് ഈ ഒരു റീഡിങ്ങിൻ്റെ ഒരു എനർജി. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവരുമായിട്ട് റെസൊണേറ്റ് ചെയ്യണമെന്നില്ല. നമ്മളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഈ ഒരു റീഡിംഗ് അക്സെപ്റ്റ് ചെയ്യുക. സോ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും വളരെ കാം ആൻഡ് ക്വൈറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. മൈൻഡൊക്കെ വളരെ ക്വൈറ്റായിട്ടിരിക്കുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ വളരെ പവർഫുള്ളും വളരെ സ്ട്രോങ്ങും ആയിട്ടുള്ളൊരു പേഴ്സണാണ് നിങ്ങളുടെ ആ പേഴ്സൺ. അപ്പോൾ അതായത് നിങ്ങളോടും എല്ലാ തരത്തിലും വളരെ നല്ലൊരു മാസ്കുലിൻ എനർജിയാണ്. അതായത് ഭയങ്കര ഒരു ബോൾഡായിട്ടും അതുപോലെ തന്നെ ഒരു സ്ട്രോങ്ങും ആയിട്ടുള്ളൊരു പേഴ്സണാണ്. നിങ്ങളുടെ ആ പേഴ്സണ് വളരെയധികം ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെല്ലാ തരത്തിലും നല്ലൊരു വാല്യൂ തരുന്നൊരു മനുഷ്യനാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്താലും വളരെ ഡീപ്പായിട്ട് ഭയങ്കര ഡീപ്പായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുക. അതുപോലെ എന്ത് ചെയ്താലും ഉള്ളിൽ തട്ടിയാണ് ഓരോ കാര്യങ്ങളും ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളെ മറ്റുള്ളവരാരും ഉപദ്രവിക്കുന്നതോ അതുപോലെ തന്നെ നിങ്ങൾ വിഷമിക്കുന്നതോ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു പേഴ്സണ് ഇഷ്ടമല്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി വിഷമിപ്പിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ആ പേഴ്സൺ വേണമെങ്കിൽ ചെന്ന് അടിയുണ്ടാക്കാൻ വരെയും ചെയ്യുന്നൊരു ആളാണ്. പിന്നെ ഈ ഒരു പേഴ്സണ് എല്ലാ തരത്തിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതായത് നിങ്ങളുടെ ഫിനാൻഷ്യൽ, അതായത് നിങ്ങൾക്കൊരു ജോലിയോ അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ജോലി ഇല്ലെങ്കിലും നിങ്ങളെ ഫിനാൻഷ്യലി നിങ്ങളെ നല്ല രീതിയിലും അതായത് നമ്മൾ നല്ല രീതിയിൽ ഫിനാൻഷ്യൽ തരത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് എല്ലാ തരത്തിലും നമ്മൾ ആ രീതിയിലൊക്കെ നമ്മൾ നല്ല ഹൈ ആയിരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു പേഴ്സണാണ്. ഇപ്പോൾ ജോലി ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ജോലി ചെയ്ത് എങ്കിലും നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിളാണ്, സ്വന്തം കാലിൽ നിൽക്കുക എന്നൊക്കെ എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ട് തന്നുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ ജോലി കാര്യങ്ങൾക്കൊക്കെ ഫുൾ സപ്പോർട്ടും എല്ലാ തരത്തിലും നമുക്ക് ഒരു കുടക്കീഴിൽ എല്ലാം കിട്ടുന്ന ഒരു എഫക്റ്റിൽ ഉള്ളൊരു ആളാണ്. എല്ലാ തരത്തിലും ഈവൻ റിലേഷൻഷിപ്പിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. പിന്നെ ഈ ഒരു പേഴ്സണിൻ്റെ ഇത്തിരി വളരെ ഡീപ്പും ഇമോഷൻസൊക്കെ ഉള്ള ഒരാളാണെങ്കിലും ആ ആൾക്ക് നിങ്ങളോട് ഇഷ്ടം പ്രകടിപ്പിക്കുന്നൊരു പേഴ്സൺ, അതായത് ഒരു ഫിസിക്കൽ ടച്ചിലൂടെയോ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇഷ്ടങ്ങൾ പ്രകടിപ്പിക്കുന്നൊരു പേഴ്സണാണ്. അതായത് ഒരു ഡേർട്ടി മൈൻഡുള്ള ഒരു ഫ്ലർട്ട് ടൈപ്പ് ഓഫ് ഇതൊന്നുമല്ല. അയാളുടെ ഉള്ളിൽ നിന്ന് വരുന്ന, അതായത് അയാൾക്ക് ഇമോഷൻസ് ഇഷ്ടം പ്രകടിപ്പിക്കുന്ന ആ ഒരു ഇത് ജസ്റ്റ് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ജസ്റ്റ് ഒരു ഹാൻഡ് കയ്യിൽ കയറി പിടിക്കുക, നമ്മൾ നോർമലി ചെയ്യുന്ന ആ ഒരു രീതിയിലൊക്കെ അങ്ങനെ ആ ഒരു പേഴ്സൺ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഈ പേഴ്സൺ ഇത്രയും ഡെപ്തിൽ നമ്മളോട് സ്നേഹം കാണിക്കുന്നതിന് കാര്യം എന്ന് പറയുകയാണെങ്കിൽ ആ പേഴ്സണ് ഉള്ളിൽ നിങ്ങൾ ഭയങ്കര ഒരു നല്ലൊരു ടൈപ്പ് ഓഫ് കംഫർട്ടും ഭയങ്കര ഒരു സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പേഴ്സൻ്റെ ലൈഫും നല്ല രീതിയിൽ പോകുന്നത് നിങ്ങൾ ആ പേഴ്സണിൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ അങ്ങനെ അത്രയും നല്ലൊരു ബോണ്ട് ആയതുകൊണ്ടാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ തരത്തിലും റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരാളുടെ അഭിപ്രായം മറ്റുള്ള സ്വീകരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പോകുന്നൊരു റിലേഷനാണ്. പിന്നെ ഈ ഒരു പേഴ്സണിൻ്റെ പറയുകയാണെങ്കിൽ ആ ഒരാൾ
എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരും, നിങ്ങൾ തമ്മിൽ വരുമ്പോൾ നിങ്ങൾ ആ പേഴ്സണെ എല്ലാ തരത്തിലും കംഫർട്ട് ആക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ പേഴ്സണ് നിങ്ങളോടും ഭയങ്കര നല്ല രീതിയിലൊരു ഇമോഷൻസൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അട്രാക്റ്റഡ് ആണ്, രണ്ടുപേർക്കും. അതായത് നമ്മൾ പറഞ്ഞൊരു ഭയങ്കര മെച്യൂറായിട്ടുള്ളൊരു റിലേഷനാണ് ഇതിൻ്റെ അകത്ത്. എല്ലാം നല്ലൊരു രീതിയിൽ തന്നെ കാണുന്ന ആൾക്കാരാണ് രണ്ടുപേരും. ആ പേഴ്സൺ ആണെന്ന് വെച്ചാൽ ഭയങ്കര നല്ലൊരു മാസ്കുലിൻ എനർജിയാണ്. അതായത് ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് എന്നൊരാളിൽ നിന്ന് നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു വൈഫ് അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്, അതേപോലത്തെ ഉള്ളൊരു ക്യാരക്ടർ ഉള്ള ഒരാളാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുകയാണെങ്കിൽ. പിന്നെ ഈ ഒരു പേഴ്സണ് ഉള്ളിൽ വളരെയധികം സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ തമ്മിൽ നല്ലൊരു റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്തോ ഒരു വിഷമമുണ്ട്. മേ ബി നിങ്ങൾ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ആ പേഴ്സൺ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, എന്തെങ്കിലും വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ മേ ബി നിങ്ങളുടെ ഭാഗത്ത് കുറ്റമില്ലായിരിക്കാം, അതല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കും. അത് എന്ത് വേണമെങ്കിലും ആവാം. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെയല്ല, കുറച്ച് ഡെപ്തിലുള്ളൊരു നല്ല രീതിയിലൊരു ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഹേർട്ടിങ് എന്ന് വെച്ചാൽ നിങ്ങളെ വിഷമിപ്പിച്ചു എന്നൊരു സങ്കടം. ആക്ച്വലി നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം അല്ലെങ്കിൽ അത് കറക്റ്റ് അല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ചുമ്മാ ഞാൻ വഴക്കുണ്ടാക്കി, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഡ്നെസ് കാണുന്നുണ്ട് ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ. അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന എനർജി എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സണിൽ അല്ലാതെ തന്നെ ഒരുപാട് കുറച്ചൊരു ഇമോഷണലി കുറച്ചുകൂടെ തകർന്നിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ വഴക്ക് മാത്രമാവില്ല, മേ ബി ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നിന്നും ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരെങ്കിലും ഒരു ഡെത്തോ കാര്യങ്ങളോ വന്നതിന് ശേഷം കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അത് നേരത്തെ ഉണ്ടായിട്ടുള്ളതായിരിക്കും, അതല്ലെങ്കിൽ പ്രസൻ്റ് നടന്നത്. അപ്പോൾ അങ്ങനെ ഒരാളുടെ ഒരു ഇത് എനർജി നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് അതിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം വിഷമിക്കുന്നുണ്ട് ആ ഒരു ഇമോഷൻസ് കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളോട് കാണിച്ച അതിലും. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു പേഴ്സൺ കുറച്ചുകൂടി അതായത് വളരെ വിഷമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അതല്ല നിങ്ങളോട് ഇഷ്ടക്കുറവോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഈ ഒരു പേഴ്സൺ അത് കൊണ്ട് ഭയങ്കര മൂഡ് ഓഫ് ആവാറുണ്ട് ചില സമയത്ത്. അപ്പോൾ അത് ഒന്ന് നിങ്ങളെ വളരെയധികം, അതായത് നിങ്ങളെ ഇല്ലാത്തൊരു കാര്യത്തിന് നിങ്ങളെ വെറുതെ ഹേർട്ട് ചെയ്തതിനും, പിന്നെ അതുപോലെ തന്നെ പേഴ്സണ് ഒരു എന്താ പറയുക, ഫ്രണ്ട്സ് ആരോ അത് ഫാമിലി റിലേറ്റീവ്സ് അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഫ്രണ്ട്സാവും ആരെല്ലാം ആവാം, ഒരു അത്ര ഇഷ്ടപ്പെട്ട ഒരാൾ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതേപോലെ എന്തൊരു ട്രാജഡി ഈ പേഴ്സൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ ഇപ്പോഴും ഹീൽ ചെയ്തിട്ടില്ല. സോ അതിൽ നിന്നും അതും ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഇമോഷൻസ് കയറി വരാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഡൗൺ ആയിട്ടൊക്കെ ചില സമയത്ത് ഇരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പും, അതായത് എല്ലാവരും വളരെ ഒരു നല്ലൊരു മാസ്കുലിൻ എനർജി ആയതുകൊണ്ട് എല്ലാവരെയും നല്ലൊരു രീതിയിൽ തന്നെ ഒരു പേഴ്സൺ കാണുന്നത്. ഫ്രണ്ട്ഷിപ്പ് ആയാലും ഫാമിലി ആയാലും അതുപോലെ തന്നെ എല്ലാ അവസരങ്ങളും വളരെയധികം നല്ലപോലെ എൻജോയ് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. നിങ്ങൾ തമ്മിൽ ഒരുമിച്ചിരിക്കുന്ന സമയത്തൊക്കെ കംപ്ലീറ്റ്ലി ഭയങ്കര പോസിറ്റീവ് എനർജിയും ഭയങ്കര കണക്ട് ചെയ്ത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ആ ഒരു കംപ്ലീറ്റ്ലി ഒരു വേറൊരു വൈബിലോട്ടാവും ആ പേഴ്സൺ നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ. അതായത് ഭയങ്കര ഒരു നല്ലൊരു ബോണ്ടുള്ളത് കൊണ്ട് നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ അത് രണ്ടുപേരും മൂഡ് ഓഫ് ആണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ഒരു എനർജി കിട്ടിയിരുന്നില്ല. രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര എൻജോയ് ചെയ്ത് ഇതിന് മുന്നേ ഉണ്ടായിരുന്നുള്ള പ്രോബ്ലംസൊക്കെ മറന്ന് നിങ്ങൾ രണ്ടും മാത്രം, അത് ചുറ്റുവട്ടമുള്ള ഒന്നും കാണില്ല, നിങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫും നിങ്ങളിരിക്കുന്ന ഒരു സ്പേസും അത് വെച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്ട്രോങ്ങും ഭയങ്കര ഹാപ്പിനെസ്സും ഒക്കെ വരുന്ന ഒരു എനർജിയാണിത്. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഡീപ്പ് റിലേഷൻ ആയതുകൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും റെസ്പെക്റ്റ് ചെയ്യുന്നതൊക്കെ കൊണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷനിൽ. നിങ്ങൾ കാണുന്ന സമയത്തും ഭയങ്കര അധികം, അതായത് നല്ലൊരു കണക്ഷനൊക്കെ തന്നെയാണ് നിങ്ങൾ തമ്മിൽ ഒരുമിച്ചുള്ള സമയത്തൊക്കെ ഉള്ളത്. നിങ്ങളുടെ രണ്ടുപേരും, അതായത് ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ നല്ല പോലെ ഒരു ഫീലിംഗ് തന്നെയുണ്ട്. നിങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തത് ഈ ഒരു റിലേഷൻ ഭയങ്കര ബാലൻസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ പറയണേ, ഈ റിലേഷൻ
ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റീഡിങ്ങിനകത്ത് നമുക്ക് വന്നിരിക്കുന്ന, നമുക്ക് ഫീൽ ചെയ്തിരിക്കുന്ന എനർജി എന്ന് വെച്ചാൽ എല്ലാം ഒരു സെയിം കാർഡ് തന്നെയാണ്. അതായത് നല്ലൊരു പോസിറ്റീവ് ഒരു സിമ്പിൾ തരുന്ന ഒരു കാർഡ്സാണ് എല്ലാം തന്നെ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞു വരുമ്പോഴും എല്ലാം ഒരേപോലത്തെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ ചില ആൾക്കാർ ഓർക്കും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു, ബട്ട് റിപ്പീറ്റ് ചെയ്യുന്നതല്ല. ഇതിൽ വന്നിരിക്കുന്ന കാർഡ്സിൻ്റെ ഒരു എനർജി വെച്ചിട്ട് അങ്ങനെയാണ് വളരെ പോസിറ്റീവായിട്ടൊക്കെ ഉള്ളൊരു കാർഡ്സാണ്. ഭയങ്കര എൻജോയ് ചെയ്യുന്നൊരു റിലേഷൻ. അപ്പോൾ വരുന്നതെല്ലാം ആ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഈ നിങ്ങളുടെ ഒരു റിലേഷനിലും അങ്ങനെ തന്നെയാണ്, സെയിം ബാലൻസ് ആണ് ഇതിൻ്റെ അത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഈക്വലായിട്ട് ഒരേപോലെ എല്ലാ തരത്തിലും ഇമോഷണലിയും ഫിസിക്കലി എല്ലാ തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങളുടെ ആ ഒരു പ്രസൻസ് രണ്ടുപേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കരധികം സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കൊക്കെ തന്നെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഒരു ഭയങ്കര മെച്യൂർ ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ, ഒരു മെച്യൂർ റിലേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് ആ ഒരു പേഴ്സണ് നിങ്ങളൊരു മാരേജിലോട്ടൊക്കെ പോകാനുള്ള ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾ ഒരു സിംഗിൾ ആണെങ്കിൽ ആ പേഴ്സൻ്റെ വീട്ടിലൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെയാണെങ്കിലും വീട്ടിൽ നിന്ന് ഈ ഒരു ആളുടെ കാര്യം പറയുകയാണെങ്കിൽ വീട്ടുകാർക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാത്ത രീതിയിൽ പോകും. ബിക്കോസ് അത്രയും ഭയങ്കര സ്ട്രോങ്ങും ഫിനാൻഷ്യലിയും എല്ലാ തരത്തിലും നല്ല രീതിയിൽ പോകുന്നൊരു പേഴ്സൺ ആണിത്. എന്തും കൊണ്ടും ഒരു 100% നമുക്ക് പറയാവുന്നൊരു പേഴ്സൺ, അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു റിലേഷനുമാണിത്. അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ രണ്ടുപേരും ഒരുമിച്ച്. പിന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒക്കെ പ്രോബ്ലംസ് നമ്മുടെ എല്ലാവരുടെയും ലൈഫിലുണ്ട്. അതുപോലെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും എന്നാന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുക, ഓരോ കാര്യങ്ങളും പറയുക. അപ്പോൾ അങ്ങനെ ചെറിയ എന്തോ ഒരു പ്രോബ്ലം ആ പേഴ്സൻ്റെ ലൈഫിൽ പോകുന്നുണ്ട്. അതല്ലാതെ നിങ്ങളോട് ഇഷ്ടം ഇല്ലാത്ത ഒരു ഫീലിംഗ് ഒന്നുമില്ല. രണ്ട് രീതിയിലും സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര അധികം സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് വരുമ്പോൾ മേ ബി ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങൾ കല്യാണം കഴിക്കണം, ഒരുമിച്ചൊരു ലൈഫ് വേണം എന്നൊക്കെ ആഗ്രഹം രണ്ടുപേർക്കുമുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ളതുപോലെ തന്നെയാണ് ആ പേഴ്സൺ ഇമോഷൻസ് ഉള്ളത്, നല്ല ഡെപ്തിലാണുള്ളത്. പക്ഷേ എന്തൊക്കെയോ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ കൊണ്ട് ഡിസ്റ്റർബ്ഡ് ആണ് ഇപ്പോഴത്തെ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലല്ല, ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുക നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക ആ ഒരു പേഴ്സണെ. എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയതൊക്കെ കൊണ്ട് തന്നെ ചെറിയൊരു മൂഡ് ഓഫ് ഒക്കെ ആയിട്ടായിരിക്കും ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഇരിക്കുന്നത്. അതല്ലാതെ നിങ്ങളോടുള്ളൊരു ഫീലിങ്സോ കാര്യങ്ങളോ കൊണ്ടൊന്നുമല്ല, ഈ ഒരു റിലേഷനിലുള്ള ഒരു പ്രോബ്ലം കൊണ്ടല്ല. സോ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വേണ്ടത് ആ ഒരു പേഴ്സണെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുക. ആ പേഴ്സണ് നിങ്ങളോടുള്ളൊരു ഫീലിംഗ്, ആ പേഴ്സൻ്റെ ഇൻസൈഡ് ദ ഹേർട്ടിലുള്ളൊരു ഫീലിംഗ് എന്ന് വെച്ചാൽ വളരെ ഡെപ്തിലുള്ളൊരു ഇമോഷൻസും നിങ്ങളില്ലാതെ പേഴ്സണിന് പറ്റില്ല. ആ ഒരു അവസ്ഥയാണ്. അതായത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരു ഇമോഷൻ അയാളോടുള്ളത് അതുപോലെ തന്നെയാണ് തിരിച്ചും ഇങ്ങോട്ടേക്കും ഉള്ളത്. സോ അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി. താങ്ക് യു സോ മച്ച്.